ഇന്ന് നമുക്കിവിടെ അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ട എല്ലാ പച്ചക്കറികളും ഒരേ നീളത്തിൽ തന്നെ അരിയണം. ഇനി അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ്, വെള്ളരിക്ക, പടവലങ്ങ, ഉരുളൻകിഴങ്ങ്, അമരപ്പയർ, വലിയ ഉള്ളി, പച്ചക്കായ, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, ചെറിയ ഉള്ളി 2 എണ്ണം, വെളുത്തുള്ളി 1 എണ്ണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, തേങ്ങ 1/4 കപ്പ്, കറിവേപ്പില 3 തണ്ട്, പച്ചമുളക് 6 എണ്ണം, തൈര് 1/4 കപ്പ്, വെള്ളം 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു വലിപ്പമുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എളുപ്പം വേകുന്ന വെജിറ്റബിൾ കുറച്ച് മുകളിലിട്ടാൽ നന്നായിരിക്കും. പാത്രത്തിലിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഒന്ന് ആവി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ഈ തേങ്ങ ചതച്ചെടുക്കണം. ഇപ്പോൾ ഒന്ന് ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് കുക്കായോ. ഇപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലായിടും ആകുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഈ വെജിറ്റബിൾ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. ഇതെല്ലായിടും ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. തൈരിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ തക്കാളിയാണ് ഉപയോഗിക്കാറ്. ഇപ്പം തേങ്ങയോടൊപ്പം തന്നെ വേണമെങ്കിൽ തൈരും കൂടെ ചേർത്ത് തേങ്ങ അരച്ചെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചേർത്തുകൂടെ തേങ്ങ ചതച്ചിട്ടിട്ട് സെപ്പറേറ്റ് തൈരിട്ട് മിക്സ് ചെയ്യാം. അവിയലിൻ്റെ പ്രധാന ടേസ്റ്റ് എന്ന് പറയുന്നത് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും താളിച്ചൊഴിക്കുന്നതാണ്. അപ്പം വേറെ ഏതെണ്ണ ഉപയോഗിച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിൽ തന്നെ ആണോ എന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ വാങ്ങിക്കുമ്പോൾ. വേപ്പിലയും പച്ച വെളിച്ചെണ്ണിത്തിച്ചറിയൽ എത്ര കഴിച്ചാൽ മതി വരില്ല, എത്ര കഴിച്ചാൽ മതി വരില്ല.